ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 13-14 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ എഴുതുന്ന PSC എക്സാമുകളിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് കറണ്ട് അഫെയർ. അപ്പോൾ നമ്മുടെ ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കാണുന്നതാണ്. ഈ ഒരു ഡെയിലി കറണ്ട് അഫെയർസ് ക്ലാസ് അടിസ്ഥാനമാക്കി തയ്യാറാക്കിയിട്ടുള്ള ടാലന്റിൻ്റെ ബുക്ക് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കറണ്ട് അഫെയർസ് ബുക്ക് 2026 എഡിഷനാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഈ ബുക്ക് ഓൺലൈനിൽ നിന്ന് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആനുകാലികം എന്നുള്ള ആ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടി ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങി നല്ല രീതിയിൽ പഠിക്കുക. ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിതയായത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കാം. ദീപ്തി ഗൗർ മുഖർജിയാണ്. ആരാണ്? ദീപ്തി ഗൗർ മുഖർജിയാണ്. എന്താ 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിതയായിരിക്കുന്നത്. നിലവിൽ എന്താണ്? കോർപ്പറേറ്റ് കാര്യ സെക്രട്ടറി ആണ്. അപ്പോൾ എന്താണ്? ഇനി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിതയാവുകയാണ്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. 2026 ജൂലൈയിൽ അതായത് കഴിഞ്ഞ മാസം ഈ ഒരു പോസ്റ്റിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് മറ്റൊരു വ്യക്തി നിയമിതനായിട്ടുണ്ടായിരുന്നു. അതാരാണ്? നരേഷ് പാൽ ഗാൻഗ്വാർ ആണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു പോസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. അതിന് പകരമായിട്ടാണ് ആരാണ്? ദീപ്തി ഗൗർ മുഖർജി എന്നാണ് അപ്പോയിൻമെന്റ് ആവുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 2026 ജൂലൈയിലെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അതാരായിരുന്നു? നരേഷ് പാൽ ആയിരുന്നു എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹത്തെ എന്താണ് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് ശേഷം എന്താ ഇപ്പോൾ ദീപ്തി ഗൗർ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെന്റ് ആകുകയാണ്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ദീപ്തി ഗൗർ എന്താണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിതയാകുന്നത്. ഇനി നമ്മൾ മറ്റൊരു അപ്പോയിൻമെന്റ് ആണ് നോക്കുന്നത്. ഒരു രാജ്യത്തിന്റെ എന്താണ് പ്രസിഡന്റിനെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ആൻഡ്രാസ്. ആരാണ്? ആൻഡ്രാസ് ബക്കയാണ്. ആരാണ്? ആൻഡ്രാസ് ബക്കയാണെന്നാണ് ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം എന്താണ് ഹംഗറി സുപ്രീം കോടതിയുടെ മുൻ മേധാവി കൂടിയായിരുന്നു. ഹംഗറി സുപ്രീം കോടതിയുടെ മുൻ മേധാവി കൂടിയായിരുന്നു. ആരാണ്? ആൻഡ്രാസ് ബെക്ക. അപ്പോൾ അദ്ദേഹത്തെ എന്താണ് പ്രസിഡന്റ് ആയിട്ട് ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ബുക്കിന്റെ പേര് ഇതാണ്, ട്രയംഫ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നുള്ള ബുക്കാണ്. ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് നോക്കുന്നത്? രാംനാഥ് കോവിന്ദ് ആണ്. ആരാണ്? രാംനാഥ് കോവിന്ദ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണെന്താണ് ട്രയംഫ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നുള്ള ബുക്ക്. അപ്പോൾ ഇതെന്താണ് പ്രകാശനം ചെയ്തിരിക്കുകയാണ്. ഇനി ആരാണ് പ്രകാശനം ചെയ്തത്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ബുക്ക് അടുത്തിടെ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബുക്ക് ഏതാണെന്ന് പറഞ്ഞു. ഇനി ആരുടെ ആത്മകഥയാണ്? രാംനാഥ് കോവിന്ദ്, അദ്ദേഹം നമ്മുടെ മുൻ രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബുക്കിന്റെ പേരെന്താണ് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ട്രയംഫ് ഓഫ് ഇന്ത്യൻ റിപ്പബ്ലിക്, മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്നുള്ളതാണ് ബുക്ക്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം പെട്ടെന്ന് തന്നെ വരുന്നതാണ്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫെയിൽ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിന്റെ സിലബസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് ടാലന്റിന്റെ ഈ ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ റാങ്ക് ഫെയിൽ എന്ന് പറയുന്നത്. മുൻവർഷ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ഈ ഒരു ബുക്ക് ഒന്ന് സ്വന്തമാക്കുക. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർ ഈ ഒരു ബുക്ക് ഒന്ന് വാങ്ങിച്ച് പഠിക്കുക. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് QR കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ നിന്നോ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് വാങ്ങിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആരെന്നാണ് നോക്കുന്നത്? N ചന്ദ്രശേഖരനാണ്. ആരാണ്? N ചന്ദ്രശേഖരനാണ്. അപ്പോൾ അദ്ദേഹം ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനം ഒരു 9 വർഷത്തോളമായിട്ട് അദ്ദേഹമാണ് ഈ ഒരു സ്ഥാനം വഹിച്ചു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാനമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കാലാവധി 2027 ഫെബ്രുവരി വരെയാണ് ഉള്ളത്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ കാലാവധി 2027 ഫെബ്രുവരി വരെയാണ് ഉള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട്
അതായത് ഈ ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം അപേക്ഷ സമർപ്പിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്താണ് രാജിവെച്ചിരിക്കുകയാണ്. ഇനി 2027 ഫെബ്രുവരി വരെ അദ്ദേഹം ആ ഒരു സ്ഥാനം തുടരുകയുള്ളൂ. അതിനുശേഷം എന്താണ് ആ ഒരു സ്ഥാനം വഹിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താ ഈ ടാറ്റ സൺസ് ചെയർമാൻ സ്ഥാനം അടുത്തിടെ രാജിവെച്ച വ്യക്തി ആരാണ്? എൻ ചന്ദ്രശേഖരനാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗംഗയിൽ ഹിൽസ മത്സ്യങ്ങളെ കണ്ടെത്തി എന്നുള്ള കാര്യമാണ്. എന്താണ് ഹിൽസ മത്സ്യങ്ങളാണ്. അപ്പോൾ ഹിൽസ എന്ന് പറയുന്ന ഈ ഒരു മത്സ്യങ്ങൾ എന്താണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഗംഗയിൽ കണ്ടെത്തുന്നത്. അപ്പോൾ എന്താണ് ഏകദേശം ഒരു 3 പതിറ്റാണ്ടിന് ശേഷമാണ് കണ്ടെത്തുന്നതെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇവിടെ അപ്രത്യക്ഷമായിരുന്ന ഒരു മത്സ്യം കൂടിയാണ് ഹിൽസ എന്ന് പറയുന്ന മത്സ്യം. അടുത്തിടെ ഉത്തർപ്രദേശിലെ ചന്ദൌലി ചന്ദൌലി ജില്ലയിൽ നിന്നുമാണ് ഈ ഒരു മത്സ്യങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു മത്സ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കടലിൽ ജീവിക്കുകയും അതേപോലെ പ്രജനന സമയത്ത് നദിയിലേക്ക് വരികയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു മത്സ്യമാണ്. എന്താണ് ഹിൽസ എന്ന് പറയുന്ന ഈ ഒരു മത്സ്യം. അപ്പോൾ നമുക്കറിയാം 1975 എന്താണ് ഫരാക്ക ബാരേജ് വന്നിട്ടുണ്ട്, നിർമ്മിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ ഒരു ഫരാക്ക ബാരേജ് വന്നതിന് ശേഷം എന്താണ് ഈ ഒരു മത്സ്യങ്ങൾക്ക് ഇങ്ങനെ നദിയിലേക്ക് വരാനായിട്ടുള്ള അവരുടെ ആ ഒരു സഞ്ചാരപാതയ്ക്ക് എന്താ തടസ്സം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് അടുത്ത വന്നൊരു പദ്ധതിയാണ് നമാമി ഗംഗ എന്നുള്ള പദ്ധതി. അപ്പോൾ ഈ ഒരു പദ്ധതി പ്രകാരം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ഫിസ്പാസിലൂടെ ഈ മത്സ്യങ്ങൾക്ക് എന്താണ് ഈ നദിയിലേക്ക് വരാനായിട്ട് ഗംഗാ നദിയിലേക്ക് വരാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് വീണ്ടും എന്താണ് ഗംഗാ നദിയിലെ ഈ ഒരു ഹിൽസ എന്ന് പറയുന്ന മത്സ്യങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു പരീക്ഷയ്ക്കും ചോദിച്ച ഒരു പദ്ധതിയായിരുന്നു എന്താണ് നമാമി ഗംഗ എന്നുള്ള പദ്ധതി. അപ്പോൾ ആ ഒരു പദ്ധതിയിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഫിഷ് പാസിലൂടെയാണ് മത്സ്യങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചത് എന്നാണ് നിഗമനം. ഏത് മത്സ്യമാണ് എന്താണ് ഇവിടെ സാന്നിധ്യം ഇപ്പോൾ അടുത്തിടെ കണ്ടെത്തപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഹിൽസ എന്ന് പറയുന്ന മത്സ്യമാണ്. അപ്പോൾ എന്താണ് ഉത്തർപ്രദേശിലെ ചന്ദൌലി ജില്ലയിലാണ് ഈ ഒരു മത്സ്യത്തിന്റെ സാന്നിധ്യം അടുത്തിടെ റെക്കോർഡ് ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഭൂപടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. പ്രപഞ്ചത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും വലിയ ദ്വിമാന ഭൂപടം തയ്യാറാക്കിയത് ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡെസി ലെഗസി ഇമേജിംഗ് സർവീസ് ആണ് എന്താണ് ഇത്തരത്തിലൊരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 13 വർഷത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ഈ ഒരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? പ്രപഞ്ചത്തിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദ്വിമാന ഭൂപടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലോകത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദ്വിമാന ഭൂപടമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ആരാണ് തയ്യാറാക്കിയെന്ന് നമ്മൾ പറഞ്ഞു. ഡെസി ലെഗസി ഇമേജിംഗ് സർവീസ് ആണ്. അതായത് ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റ് ലെഗസി ഇമേജിംഗ് സർവീസ് ആണ് എന്താണ് ഇത്തരത്തിലൊരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതുവരെ ലോകത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ദ്വിമാന ഭൂപടമാണ് ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്താണ് ഒരു പുതിയ ഇനം തവളയെ കണ്ടെത്തിയ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2026 ഓഗസ്റ്റിലാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ത്രിപുരയിലെ ജംബുയി കുന്നുകളിൽ നിന്നാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണ് ഒരു കാസ്കേഡ് തവള ഇനമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ത്രിപുരയിലെ ജംബുയി കുന്നുകളിൽ നിന്നും 2026 ഓഗസ്റ്റിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു തവളയാണ്. ഇനി എന്താണ് പേരെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. അമോലോപ്സ് അമ്മച്ചി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അമോലോപ്സ് അമ്മച്ചി എന്നാണ് ഈ ഒരു തവളയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു മലയാളം വാക്ക് കൂടി കാണാനായിട്ട് പറ്റും. അമ്മച്ചി എന്നുള്ള ഒരു മലയാളം വാക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ഇങ്ങനെ പേര് നൽകിയിരിക്കുന്നത്? അമ്മച്ചി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്. അമ്മച്ചി എന്നറിയപ്പെടുന്നത് എന്താണ് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്താണ് പത്മിനി വർക്കി എന്നുള്ളത്. അപ്പോൾ പത്മിനി വർക്കിയാണ് എന്താണ് അമ്മച്ചി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പത്മിനി വർക്കിയോടുള്ള ആദര സൂചകമായിട്ടാണ് എന്താണ് ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. അമോലോപ്സ് അമ്മച്ചി എന്നുള്ള പേര് ഈ ഒരു തവളയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു തവളയെ കണ്ടെത്തിയത് ആരാണോ എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. നമുക്കറിയാവുന്നതാണ് എന്താണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? സത്യഭാമദാസ് ബിജു ആണ്. അപ്പോൾ അദ്ദേഹവും അതേപോലെ അദ്ദേഹത്തോട് കൂടി ചേർന്നിട്ടുള്ള ഗവേഷണ സംഘവുമാണ് ഈ ഒരു തവളയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തവള മാത്രമല്ല വേറെ കുറച്ച് തവളകൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രത്യേകം എടുത്ത് പഠിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഈ ഒരു പേര് എന്താണ് അമോലോപ്സ് അമ്മച്ചി എന്നുള്ള പേര് ഇതിന് നൽകപ്പെട്ടതിനെ തുടർന്നാണ് നമ്മളിത് പഠിച്ചു വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അമ്മച്ചി എന്നുള്ള ആ ഒരു പേര് ഈ ഒരു തവളയ്ക്ക് എങ്ങനെ വന്നു എന്നുള്ള കാര്യം കൂടി നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അമ്മച്ചി എന്ന പേരിൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള പത്മിനി വർക്കി എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട
എക്സാം ആണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ. അപ്പോൾ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റാങ്ക് ഫെയിലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം PSC നൽകിയിട്ടുള്ള ഒരു പ്രത്യേക സിലബസ് ആണ് എന്താ ലാബ് അസിസ്റ്റന്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്കാണിത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ഈ ഒരു QR കോഡ് വഴി നിങ്ങൾക്ക് ബുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ബുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ബുക്ക് സ്വന്തമാക്കി നല്ല രീതിയിൽ ഈ ഒരു എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 1999 ശേഷം യൂറോപ്യൻ വൻകരയിൽ ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത് എന്നാണ് നോക്കുന്നത്. അത് നടന്നതെന്നാണ് ഓഗസ്റ്റ് 12-നാണ് കേട്ടോ. 2026 ഓഗസ്റ്റ് 12-നാണ് ഈ ഒരു സൂര്യഗ്രഹണം നടന്നത്. എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു. 1999 ശേഷം യൂറോപ്യൻ വൻകരയിൽ ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് നടന്നത് 2026 ഓഗസ്റ്റ് 12-നാണ് നടന്നത്. എന്നാൽ നമുക്ക് ഇന്ത്യയിൽ അത്ര ദൃശ്യമായിരുന്നില്ല. കാരണം ഇന്ത്യ രാത്രി ആയതുകൊണ്ട് ഈ ഒരു സൂര്യഗ്രഹണം അത്രയ്ക്ക് അങ്ങ് ദൃശ്യമായിരുന്നില്ല. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ഈ ഒരു സൂര്യഗ്രഹണം ദൃശ്യമായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായിട്ടുണ്ടായിരുന്നു. ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, സ്പെയിൻ, പോർച്ചുഗലിന്റെ കുറച്ച് ഭാഗം, റഷ്യ, വടക്കൻ റഷ്യ തുടങ്ങിയ മേഖലകളിലൊക്കെ ഈ ഒരു പ്രതിഭാസം ദൃശ്യമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു 1999 ശേഷമാണ് യൂറോപ്യൻ വൻകരയിലെ ഈ ഒരു ആദ്യ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ സ്പെയിനിൽ 1905-ലാണ് ഇതിനു മുമ്പ് ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഈ ഒരു പ്രതിഭാസം ദൃശ്യമായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം സ്പെയിനിൽ 1905-ന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഇപ്പോൾ ദൃശ്യമായത്, 2026 ദൃശ്യമായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യക്ക് ഈ ഒരു സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് സൂര്യഗ്രഹണം എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഭൂമി ഇതാണെങ്കിൽ ഭൂമിയും അതേപോലെ സൂര്യനും ഇവിടെ ആണെങ്കിൽ ഇതിന്റെ നടുക്കായിട്ട് അതായത് ചന്ദ്രൻ വരുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഇങ്ങനെ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും നടുക്ക് വരുമ്പോഴത്തേക്ക് ഭൂമിയിലെ ചില ഭാഗങ്ങളിൽ സൂര്യനെ ദൃശ്യമാകാത്ത സാഹചര്യം വരും. അപ്പോൾ അതിനെയാണ് പറയുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 1999 ശേഷം യൂറോപ്യൻ വൻകരയിൽ ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നതെന്നാണ് 2026 ഓഗസ്റ്റ് 12-നാണ്. അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. PSG ആണ് കേട്ടോ. PSG എന്നുള്ള ടീമാണ് യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത്. 2026 ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. MP പരമേശ്വരനാണ്. ആരാണ്? MP പരമേശ്വരനാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2026 ഓഗസ്റ്റിലാണ് അദ്ദേഹം അന്തരിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്. അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആണവ ശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഉലയാത്ത സ്വപ്നങ്ങൾ എന്നുള്ള ബുക്ക് അദ്ദേഹത്തിന്റെ രചനയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആരുടെ കാര്യം പറഞ്ഞത്? MP പരമേശ്വരനാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2026 ഓഗസ്റ്റിലാണ്. ഇനി പ്രത്യേകത എന്താണ്? പ്രശസ്തനായിട്ടുള്ള ഒരു ആണവ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ചൈനീസ് പ്രധാനമന്ത്രി ആരെന്നാണ് നോക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഷു റോങ് ജി ആണ്. ആരാണ്? ഷു റോങ് ജി ആണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് പ്രത്യേകത? ചൈനയുടെ മുൻ പ്രധാനമന്ത്രിയാണ്. ആരാണ്? ഷു റോങ് ജി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ചൈനയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നയിക്കുകയും അതേപോലെ ചൈനയെ ഒരു ആഗോള തലത്തിലേക്ക് സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷു റോങ് ജി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ഏതാണ്? 1998 മുതൽ 2003 വരെയാണ്. 2003 വരെയാണ് അദ്ദേഹം ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക. ആരാണ്? ഷു റോങ് ജി ആണ്. അദ്ദേഹം അന്തരിച്ചത് 2026 ഓഗസ്റ്റിലാണ്. ചൈനയുടെ മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഏറ്റവും ഉയർന്ന മാർക്ക് അതൊരു റാങ്ക് മേക്കിംഗ് ആക്കി തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു മേഖലയാണ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ടാലൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്ക് എന്ന് പറയുന്നത്. ഇനി വരാൻ സാധ്യതയുള്ള
രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിലബസിൻ്റെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക്. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ബുക്ക് പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു. 2026 ഓഗസ്റ്റിൽ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് നിയമിതയായത് ആയിരുന്നു നോക്കി ഓർത്തു വെക്കുക, ദീപ്തി ഗൗർ മുഖർജിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മറ്റൊരു അപ്പോയിൻമെന്റ് ആയിരുന്നു. ഹംഗറിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്ന് നോക്കി ആൻഡ്രാസ് ബെക്കയാണ്. ആരാണ്? ആൻഡ്രാസ് ബെക്കയാണെന്നാണ് ഹംഗറിയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു? പതിറ്റാണ്ടുകൾക്ക് ശേഷം ഗംഗയിൽ ഹിൽസ മത്സ്യങ്ങളെ കണ്ടെത്തി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഏകദേശം 30 വർഷങ്ങൾക്ക് മേലെയായിട്ട് ഈ ഒരു മത്സ്യത്തെ ഈ ഗംഗാ നദിയിൽ കാണുന്നില്ലായിരുന്നു. കടലിൽ ജീവിക്കുന്ന ഈ ഒരു മത്സ്യം എന്താണ്? പ്രജനന സമയത്ത് നദിയിലേക്ക് വരുന്ന ഒരു മത്സ്യമാണ്. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ നമ്മുടെ ഫറാക്ക ബാരേജിന്റെ നിർമ്മാണത്തിന് ശേഷം എന്താണ്? ഈ ഒരു മത്സ്യങ്ങൾക്ക് വരാൻ സാധിച്ചില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നമാമി ഗംഗ എന്നുള്ള പദ്ധതി. ഈ ഒരു പദ്ധതിക്ക് ശേഷം എന്താണ്? പദ്ധതി വഴി നിർമ്മിച്ചിട്ടുള്ള ഫിഷ് പാസ് വഴിയിട്ട് മത്സ്യങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ദ്വിമാന ഭൂപടവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വിമാന ഭൂപടം തയ്യാറാക്കിയത് ആരെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ എന്താണ്? ഡെസി ലെഗസി ഇമേജിംഗ് സർവീസ് ആണെന്നാണ് ഇത്തരത്തിലൊരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ 13 വർഷത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് ഈ ഒരു ഭൂപടം നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ്? ഒരു തവളയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2026 ഓഗസ്റ്റിൽ ത്രിപുരയിലെ എന്താണ് ജംപുയി കുന്നുകളിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഒരു കാസ്കേഡ് തവള ഇനം ഏതെന്നാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, അമോലോപ്സ് അമ്മച്ചി എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തവളയ്ക്ക് പേര് നൽകാനുള്ള കാരണം എന്താണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കുക. സാമൂഹ്യ പ്രവർത്തകയായിട്ടുള്ള പത്മിനി വർക്കി എന്താണ് വിളിക്കപ്പെട്ടിരുന്ന ഒരു പേരാണ് അമ്മച്ചി എന്നുള്ളത്. അപ്പോൾ അവരോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് തവളയ്ക്ക് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 1999 ശേഷം യൂറോപ്യൻ വൻകരയിൽ ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടന്നത് എന്നാണ്. 2026 ഓഗസ്റ്റ് 12 ഈ ഒരു സൂര്യഗ്രഹണം നടന്നത്. എന്താണ് ഇന്ത്യയിൽ ഈ ഒരു സൂര്യഗ്രഹണം ദൃശ്യമായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2026 യുവേഫ സൂപ്പർ കപ്പ് ജേതാക്കളായത് ആരെന്നാണ്. അപ്പോൾ PSG ആണ് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2026 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ ആരെന്നാണ് നോക്കിയത്. MP പരമേശ്വരനാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 2026 ഓഗസ്റ്റിലാണ്. ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗം കൂടി നോക്കിയിരുന്നു. എന്താണ്? 2026 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ ചൈനീസ് പ്രധാനമന്ത്രി ആരെന്ന് നോക്കി ഷു റോങ്ജി ആണ്. അപ്പോൾ എന്താണ്? ചൈനയുടെ സാമ്പത്തിക മേഖല പുരോഗതിക്കൊക്കെ വളരെ കാരണമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. 1998 മുതൽ 2003 വരെയാണ് അദ്ദേഹം ചൈനയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിരുന്നത്. ഇനി വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ വേരിയസ് LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ വാങ്ങിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോർ വഴിയും വാങ്ങിക്കാവുന്നതാണ്. LGS എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ്. നിരവധി പേർക്ക് മത്സരിക്കാനും അതേപോലെ ജോലി ലഭിക്കാനും സാധ്യതയുള്ള ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ പരിശീലിച്ച് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. ഒപ്പം ഈ ഒരു റാങ്ക് ഫയൽ കൂടി സ്വന്തമാക്കിയിട്ട് നിങ്ങളുടെ റാങ്കുകൾ ഉറപ്പിക്കുക. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ശരി ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: നാളികേര വികസന ബോർഡിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതയായത് ആരെന്ന് പറയുക. ഓപ്ഷൻ എ ഡോളി വർഗീസ്, ഓപ്ഷൻ ബി അനിത M കാസിം, ഓപ്ഷൻ സി ദീപ D നായർ, ഓപ്ഷൻ ഡി സാവിത്രി K. അടുത്ത ചോദ്യം ഇതാണ്: കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 പ്രഥമ ഉമ്മൻചാണ്ടി സ്മാരക കർഷക അവാർഡിന് അർഹനായത് ആരെന്നാണ്. ഓപ്ഷൻ എ വരുന്നത് ഷാജഹാൻ VY, ഓപ്ഷൻ ബി ചെറുവയൽ രാമൻ, ഓപ്ഷൻ സി KK സേവ്യർ, ഓപ്ഷൻ ഡി ഹാഷിക് K. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഓപ്പറ ബോക്സ് എന്ന പുസ്തകം എഴുതിയത് ആരെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? സാറ ജോസഫ് എഴുതിയ പുസ്തകമാണെന്നാണ് ഓപ്പറ ബോക്സ് എന്നുള്ള ഈ ഒരു പുസ്തകം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ഡിറാക് മെഡൽ ലഭിച്ച ഇന്ത്യൻ പ്രൊഫസർ ആരെന്നായിരുന്നു. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ദീപക് ധറിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 4 പേർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പുരസ്കാരം 2026 നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രൊഫസറാണ് ആരാണ്? ദീപക് ധർ എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.